ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും പി എസ് സി മൈൻഡ് ബൂസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം ഭാഗമാണ്. അടിസ്ഥാന ശാസ്ത്രത്തിലെ ഭാഗം 2 പാഠപുസ്തകത്തിലെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ ഭാഗം 5ാമത്തെ ചാപ്റ്റർ ആയിരുന്നു, ജ്യോതിശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റർ ആയിരുന്നു. ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കണ്ടിട്ട് ഈ ഭാഗത്തേക്ക് വരിക. ഇനി അങ്ങോട്ടേക്ക് നമുക്ക് പഠിക്കാനുള്ളത് ആ 2ാം ഭാഗം പാഠപുസ്തകത്തിൽ ഊർജ്ജ സ്രോതസ്സുകൾ, അതേപോലെ തന്നെ ഇന്ദ്രിയജാലം, അതേപോലെ തന്നെ ജന്തുജാലങ്ങൾ, ഇത്രയും ചാപ്റ്റേഴ്സാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ആദ്യത്തെ ഒരു ചാപ്റ്റർ ഊർജ്ജ സ്രോതസ്സുകൾ എന്നുള്ള ചാപ്റ്റർ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടതും, അതേപോലെ തന്നെ ഇന്ദ്രിയജാലം എന്നുള്ള ചാപ്റ്റർ അത് ബയോളജിയായിട്ട് ബന്ധപ്പെട്ടതാണ്, അതേപോലെ തന്നെ ജന്തുജാലങ്ങൾ ബയോളജിയായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ 2 ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സും അതേപോലെ തന്നെ ഒരു ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഭാഗങ്ങളിൽ നമുക്ക് പി എസ് സിക്ക് പഠിക്കാൻ വേണ്ടിയുള്ള വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് പാഠപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളൂ. കാര്യം നിങ്ങൾക്കറിയാം, 5ാം ക്ലാസ്സിലെ മക്കളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വളരെ കുറച്ച് ഫാക്റ്റുകൾ മാത്രമാണ് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് പി എസ് സി ആയിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റ് അവർ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ കൊടുത്ത ഫാക്റ്റുകൾ ഓരോന്നും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ പോലും വിട്ടുപോകാതെ എന്ത് ചെയ്യാം, ഓർത്ത് വെച്ചുകൊള്ളാം. അതുപോലെ തന്നെ ഓരോ പോയിന്റും എഴുതി വെച്ച് പഠിച്ചുകൊള്ളാം. പ്രീവിയസ് ആയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ഭാഗങ്ങളും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത് ഊർജം എന്നൊരു ടേം ഡിഫൈൻ ചെയ്യുന്നുണ്ട് പാഠപുസ്തകത്തിൽ. മനസ്സിലാക്കി വെക്കേണ്ടത് ഇതേക്കുറിച്ചുള്ള മറ്റുള്ള കാര്യങ്ങൾ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിലൂടെ പരിചയപ്പെടും. ഇവിടെ ഊർജവും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്റ്റാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഊർജം എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക, പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജം. നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്യുന്നു. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെ ഊർജം എന്ന് പറയുന്നു. ഓക്കെ, ഊർജത്തെ നമുക്ക് കാണാൻ കഴിയില്ല. വിവിധ പ്രവർത്തനത്തിലൂടെ അത് പ്രകടമാകുന്ന രീതിയിലാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷേ അടുത്തായിട്ട് സൂര്യപ്രകാശം, കാറ്റ്, തിരമാല തുടങ്ങിയവ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഊർജം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പം ഇവ പുതുക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകളാണ് എന്ന് അറിയപ്പെടുന്നു. അതായത് ഇതിനെയാണ് റിന്യൂവബിൾ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യാനുണ്ട്, പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ, പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ പി എസ് സി ചോദ്യങ്ങളിലെ സ്ഥിരം ഭാഗമാണ് ഈ ഭാഗം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഭാഗങ്ങൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് നോക്കാം. ഓക്കെ, ആദ്യം മനസ്സിലാക്കി വെക്കുക, ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് പരിസ്ഥിതിക്ക് ദോഷം വരാത്ത രീതിയിൽ പ്രകൃതിയിൽ നിന്ന് നമുക്ക് നിരന്തരമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഊർജ്ജ സ്രോതസ്സുകളെയാണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം, നോൺ കൺവെൻഷണൽ എനർജി സോഴ്സ് എന്ന് പറയാം. ഇവ ഒരിക്കലും തീർന്നു പോകുകയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അതുകൊണ്ട് തന്നെ ഇവയെ നമുക്ക് പുനരുപയോഗിക്കാൻ കഴിയുന്ന ഊർജം, അതായത് റിന്യൂവബിൾ എനർജി എന്ന് പറയുന്നു. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, 2 ഊർജ്ജ സ്രോതസ്സുകളാണല്ലോ നമുക്ക് ഓർത്ത് വെക്കാനുള്ളത്. ഒന്ന് പാരമ്പര്യേതരവും അടുത്തായിട്ട് പാരമ്പര്യവും. അപ്പോൾ മനസ്സിലാക്കി വെക്കേണ്ടത്, പാരമ്പര്യമായിട്ട് നമുക്ക് പൂർവികർ കൈമാറി വന്ന ഊർജ്ജങ്ങളില്ലേ, ഉദാഹരണത്തിന് പെട്രോള്, കൽക്കരി, ആ സംഭവങ്ങളൊക്കെ നമ്മൾ പാരമ്പര്യമായിട്ട് ഉപയോഗിക്കുന്നതല്ലേ. അതിനെ നമുക്ക് പാരമ്പര്യം എന്നുള്ള ഗണത്തിലും മറ്റുള്ളവ, അതായത് നമ്മൾ പുതുതായിട്ട് കണ്ടുപിടിച്ചവ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണ് എന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗം പെട്ടെന്ന് അവിടെ മനസ്സിലേക്ക് നിന്നോളൂ. ഓർത്ത് വെക്കേണ്ട മെത്തേഡ് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കി വെക്കുക, ഇവിടെ ഏതൊക്കെയാണ് എക്സാമ്പിൾസ് വരുന്നത് നോക്കാം. പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ നമ്മൾ പുതുതായിട്ട് കണ്ടുപിടിച്ചിട്ട് ഇപ്പോൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഊർജ്ജ സ്രോതസ്സുകളാണ് സൗരോർജ്ജം, അതേപോലെ തന്നെ വിൻഡ് എനർജി, പവന ഊർജ്ജം എന്ന് മലയാളത്തിൽ പറയാം. ഓക്കെ, അല്ലെ കാറ്റിൽ നിന്നുള്ള ഊർജ്ജം. നെക്സ്റ്റ് അടുത്തായിട്ട് ജലവൈദ്യുത ഊർജ്ജം, ഹൈഡ്രോ ഇലക്ട്രിക് എനർജി. അടുത്തായിട്ട് തിരമാല ഊർജ്ജം. നെക്സ്റ്റ് അടുത്തായിട്ട് ജിയോ തെർമൽ ഊർജ്ജം. അടുത്തായിട്ട് ബയോമാസ്. ഇത്തരം സംഭവങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജം, അല്ലെങ്കിൽ പുനരുപയോഗിക്കാൻ കഴിയുന്ന ഊർജം, അല്ലെങ്കിൽ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് കിട്ടിയല്ലോ. അടുത്ത കാര്യം, ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്?
ഇതുകൊണ്ട് നമുക്ക് എന്തുണ്ടാവില്ല, പരിസ്ഥിതി മലിനീകരണം അധികം ഉണ്ടാവുന്നില്ല. അപ്പോൾ പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കാൻ ഇതുകൊണ്ട് പറ്റുന്നുണ്ട്. ഇവ പ്രകൃതിയിൽ സുലഭമായി ലഭ്യമാണ് എന്നുള്ള കാര്യമാണ് അടുത്തതായിട്ട് ആലോചിച്ച് വെക്കേണ്ടത്. അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കുക, പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ ആഗോള താപനം കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നുള്ള കാര്യം കൂടി ഇവിടെ മനസ്സിലാക്കി വെച്ചോളാം. അപ്പോൾ ഇതൊക്കെയാണ് എന്ത്, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിൻ്റെ ഗുണങ്ങൾ. ഓക്കെ, ഒരു പക്ഷേ പ്രസ്താവന രീതിയിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചോദിക്കാം അല്ലേ. അടുത്തായിട്ട് നമുക്കെന്ത് നോക്കാം, നോൺ റിന്യൂവബിൾ എനർജിയെക്കുറിച്ച് പഠിക്കാം. ഓക്കെ, ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഫോസിൽ ഇന്ധനങ്ങൾ രൂപം കൊണ്ടത്. അപ്പോൾ മനസ്സിലാക്കി വെക്കുക, ഇവ ഉപയോഗിക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, തീർന്നു പോവും. ഈ കൽക്കരിയൊക്കെ ഫോസിൽ ഇന്ധനങ്ങളാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഇവ എന്ത് ചെയ്യുന്നുണ്ട്, പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളാണെന്ന് മനസ്സിലാക്കി വെച്ചോളാം. അപ്പോൾ ഫോസിൽ ഇന്ധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാല്ല, പെട്ടെന്ന് നിർമ്മിച്ചെടുക്കാനോ അല്ലെങ്കിൽ പുതുക്കാൻ കഴിയുന്നതോ അല്ല. അതുകൊണ്ട് തന്നെ ഇവയെ എന്ത് വിളിക്കാം, നോൺ റിന്യൂവബിൾ എനർജി എന്ന് വിളിക്കാം. ഓക്കെ, ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക, പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രകൃതിയിൽ പരിമിതമായ അളവിൽ മാത്രം കാണപ്പെടുന്ന, അതേപോലെ തന്നെ ഒരിക്കൽ ഉപയോഗിച്ചാൽ തീർന്നു പോകുന്നതുമായിട്ടുള്ള ഊർജ്ജ രൂപങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കാര്യം മറ്റൊരു രീതിയിലൂടെ നമ്മൾ വിളിക്കാറുണ്ട്, പുനരുപയോഗിക്കാൻ കഴിയാത്ത ഊർജം എന്നുകൂടെ വിളിക്കാറുണ്ട്. ഇംഗ്ലീഷിലേക്ക് മാറ്റുകയാണെങ്കിൽ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിൻ്റെ ഇംഗ്ലീഷ് എന്താ, കൺവെൻഷണൽ എനർജി എന്ന് പറയാം. അതേപോലെ തന്നെ പുനരുപയോഗിക്കാൻ കഴിയാത്ത ഊർജം, ഓക്കെ, അതിനെന്ത് പറയാം നമുക്ക് ഇംഗ്ലീഷിൽ, നോൺ റിന്യൂവബിൾ എനർജി എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം, ഇതിൻ്റെ അകത്തുള്ള എക്സാമ്പിൾസ് കൽക്കരി, പെട്രോളിയം, അതേപോലെ തന്നെ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന LPG CNG പോലെയുള്ള പ്രകൃതിവാതകങ്ങൾ, അതേപോലെ തന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കി വെച്ചുകൊള്ളണം. കൽക്കരിയെ അപേക്ഷിച്ച് ഇവയ്ക്ക് എന്താണ്, മലിനീകരണം കുറവാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. LPG CNGക്കൊക്കെ കൽക്കരിയെ അപേക്ഷിച്ച് മലിനീകരണം കുറവാണ്. പക്ഷേ ഇതൊക്കെ ഏതിൽ വരുന്നതാണ്, പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ വരുന്നതാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം. അപ്പോൾ എക്സാമ്പിൾസ് കിട്ടിയല്ലോ. അടുത്തായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ആണവോർജ്ജം ഇതിനൊരു എക്സാമ്പിളാണ്. അപ്പോൾ അതായത് നമ്മൾ ഇപ്പം കേൾക്കുന്ന പ്രധാനപ്പെട്ട യുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട യുദ്ധാന്തരീക്ഷം സൃഷ്ടിക്കാൻ മെയിനായിട്ടുള്ള കാരണം എന്തായിരുന്നു, ഈ ആണവോർജ്ജം നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടതല്ലേ. അപ്പോൾ മനസ്സിലാക്കി വെക്കുക, യുറേനിയം, തോറിയം തുടങ്ങിയ മൂലകങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആ രീതിയിൽ ആണവോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, യുറേനിയം, തോറിയം തുടങ്ങിയ മൂലകങ്ങളുടെ അണുവിഘടനത്തിലൂടെ വൻതോതിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ന്യൂക്ലിയർ എനർജി. അതായത് ന്യൂക്ലിയർ ഫിഷൻ ഇവിടെ നടക്കുന്നുണ്ട്, അണുവിഘടനം ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ആണവോർജ്ജം എന്ന് പറയുന്നത്. ഇതിനകത്ത് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട മൂലകങ്ങൾ ഏതൊക്കെയാണ്, യുറേനിയം, തോറിയം പോലെയുള്ള മൂലകങ്ങളാണ്. അപ്പോൾ ആ രീതിയിൽ ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്ന എക്സാമ്പിൾ എന്ന് മനസ്സിലാക്കി വെച്ചോളാം. അപ്പം കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം, അതേപോലെ തന്നെ ആണവോർജ്ജം പോലെയുള്ള സംഭവങ്ങളാണ് ഏതിന് എക്സാമ്പിൾ, പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾക്ക് എക്സാമ്പിൾ. അടുത്ത കാര്യം മനസ്സിലാക്കി വെക്കേണ്ടത്, ഇവയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനപ്പെട്ടത് ഇതിൻ്റെ ലഭ്യത തന്നെയാണ്. അപ്പോൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ഇത് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലഭ്യത വളരെ കുറവാണെന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട പോയിൻ്റാണ് മലിനീകരണ പ്രശ്നം. ഓക്കെ, അതായത് കൽക്കരി, പെട്രോളിയം ഈ സംഭവങ്ങളൊക്കെ കത്തിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, വൻതോതിൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നുണ്ടല്ലോ. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ട് എന്തുണ്ടാവാം, അന്തരീക്ഷ മലിനീകരണം ഉണ്ടാവാം. അതേപോലെ തന്നെ അന്തരീക്ഷ മലിനീകരണം പോലെ തന്നെയുള്ള അടുത്ത പ്രധാനപ്പെട്ട പ്രശ്നമാണല്ലോ ആഗോളതാപനം. ഈ കാർബൺ ഡൈ ഓക്സൈഡൊക്കെ അന്തരീക്ഷത്തിലെത്തുന്ന സമയത്താണ് കൂടുതൽ ആഗോളതാപനത്തിന് കാരണമാകുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് അങ്ങോട്ടേക്ക് മറ്റുള്ള ക്ലാസ്സുകളിൽ എത്തുന്ന സമയത്ത് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അവിടെ നിൽക്കട്ടെ എന്തായാലും. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം ചിലവാണ്. ഇതിൻ്റെ ഉൽപ്പാദനവും അതേപോലെ തന്നെ ഇതിൻ്റെ വിതരണമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ചിലവുകൾ നമുക്ക് കാണാൻ പറ്റും. അതാണ് നെക്സ്റ്റ് അടുത്തായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട പോയിന്റ്. പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ലഭ്യത കുറവാണ്, മലിനീകരണ പ്രശ്നം ഉണ്ടാവും, അതേപോലെ തന്നെ ചിലവ് കൂടുതലാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് വെച്ചോളാം. പിന്നെ അടുത്തായിട്ട് ഫോസിൽ ഇന്ധനങ്ങൾ എന്നൊരു ഭാഗം പാഠപുസ്തകത്ത് പറയുന്നുണ്ട്. ഫോസിൽ ഇന്ധനങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രകൃതിവാതകം, ക്രൂഡ് ഓയിൽ, കൽക്കരി ഇവയൊക്കെയാണ് എന്ത്, ഫോസിൽ ഇന്ധനങ്ങൾ വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ നോക്കാം,
ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെട്ടത് എന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ മനസ്സിലാക്കി വെക്കേണ്ടത് എന്തൊക്കെയാണ് ഫോസിൽ ഇന്ധനങ്ങളിൽ വരുന്നത്. പ്രകൃതിവാതകം വരാം, ഓക്കെ, അതേപോലെ തന്നെ ക്രൂഡ് ഓയിൽ, പെട്രോളിയം പോലെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ വരാം, കൽക്കരി, ഓക്കെ, അതൊക്കെയാണ് ഫോസിൽ ഇന്ധനങ്ങൾ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം. നമുക്ക് കാറ്റാടി പാടങ്ങളുണ്ട് കേരളത്തിൽ, അല്ലേ? കേരളത്തിലെ പ്രധാനപ്പെട്ട കാറ്റാടി പാടങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാമക്കൽമേട്, കഞ്ചിക്കോട്, അട്ടപ്പാടി എന്നിവയാണ് കേരളത്തിൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനങ്ങളുള്ള സ്ഥലങ്ങൾ. ഓർത്ത് വെച്ചോളാം. ഏതൊക്കെയാണ് സ്ഥലം? രാമക്കൽമേട്, കഞ്ചിക്കോട്, അട്ടപ്പാടി. നെക്സ്റ്റ് അടുത്തായിട്ട് സൗരോർജ്ജമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ഇന്ത്യയിൽ ആദ്യമായിട്ട് പൂർണ്ണമായും സൗരോർജ്ജം കൊണ്ട് പ്രവർത്തിക്കുന്ന എയർപോർട്ടാണ് ഏത്? കൊച്ചിൻ എയർപോർട്ട്. ലോകത്തിലെ തന്നെ ആദ്യത്തെ ഇങ്ങനെ സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളം ഏത് തന്നെയാണ്? ഈ നെടുമ്പാശ്ശേരിയിലുള്ള കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് ആണ്, അല്ലെങ്കിൽ സിയാലാണ്, അല്ല. ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ മറ്റൊരു പേരാണെന്ത്? സിയാൽ അല്ലെങ്കിൽ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ്. ഓക്കെ, ഇതൊക്കെ അതിൻ്റെ പേരുകളാണ്. അപ്പോൾ അവിടെയാണ് എന്ത് ചെയ്തത്? പൂർണ്ണമായി സൗരോർജ്ജം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ എയർപോർട്ട്. ഇവിടെയുള്ള മുഴുവൻ ആവശ്യങ്ങൾക്കും വേണ്ടിയുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് സൗരോർജ്ജ പാനലുകൾ ഉപയോഗിച്ചാണ് എന്നുള്ള കാര്യം ആലോചിച്ച് വെച്ചോളാം. ഓക്കെ, മറ്റൊരു ഭാഗം പാഠപുസ്തകത്തിൽ പറയുന്നത് ജ്ഞാനേന്ദ്രിയങ്ങളെക്കുറിച്ചാണ്. വളരെ കുറച്ച് കാര്യങ്ങളാണ് ഈ ഭാഗത്ത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതേ ഉള്ളൂ. ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാനുള്ളൂ. തുടർന്നുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും കിട്ടും. അത് അവിടെ നിൽക്കട്ടെ. ഞാൻ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ഇതിൻ്റെ ഒരു ഇൻട്രോ പറഞ്ഞു പോകുന്നു. കാര്യം ഇങ്ങനെ പാഠപുസ്തകത്തിൽ പറയുന്ന ഒരു ഡെഫിനിഷനാണ്: ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന വിവിധ തരം അവയവങ്ങൾ ജന്തുക്കൾക്കുണ്ട്. ഈ അവയവങ്ങളാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ. നമുക്കറിയാം, ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നിവയാണ് മനുഷ്യരുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ. ഓക്കെ, ജസ്റ്റ് ആ പോയിന്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അത്രയും പോയിന്റാണ് പാഠപുസ്തകത്തിൽ മെയിനായിട്ടും പറയുന്നുള്ളൂ. അടുത്തായിട്ട് പൂച്ചയുമായി ബന്ധപ്പെട്ട കാര്യം. പൂച്ചയുടെ കാര്യം മനസ്സിലാക്കി വെക്കുക. പൂച്ചയുടെ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട്, പൂച്ചയുടെ ജ്ഞാനേന്ദ്രിയമായിട്ടുള്ള കണ്ണുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം. പൂച്ചയ്ക്ക് എന്ത് ചെയ്യും? പകൽ വെളിച്ചത്തിൽ ചുരുങ്ങിയതും അതേപോലെ തന്നെ രാത്രി പരമാവധി വികസിച്ചതുമായിട്ടുള്ള കണ്ണ് കാണപ്പെടുന്നുണ്ട്. മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, നേരിയ വെളിച്ചത്തിൽ പോലും അവയ്ക്ക് ഈ കാഴ്ച സാധ്യമാകുന്ന രീതിയിലാണ് അവയുടെ കണ്ണുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂച്ചയുടെ കണ്ണുകളിൽ പ്രത്യേകം കോശങ്ങളുണ്ട്. നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ആ കാര്യം നോക്കാം. ഓക്കെ, പൂച്ചയുടെ കണ്ണിൻ്റെ പ്രത്യേകതയാണ് അതിൽ രാത്രിയിൽ കാണാൻ സാധിക്കുന്നത്. ഇനി അങ്ങോട്ടേക്കുള്ള ചാപ്റ്റേഴ്സിൽ നമ്മൾ റോഡ് കോശങ്ങൾ എന്താണ്, അതേപോലെ തന്നെ കോൺ കോശങ്ങൾ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് പരിചയപ്പെടും. മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, പൂച്ചയുടെ കണ്ണിലെ റോഡ് സെല്ലുകൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രകാശത്തോട് വളരെ സെൻസിറ്റീവായിട്ട് പെരുമാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ വെളിച്ചത്തിലും അവയ്ക്ക് വസ്തുക്കൾ തിരിച്ചറിയാനാവും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ, അതാണ് ഒന്നാമത്തെ പോയിന്റ്. അതേപോലെ തന്നെ പൂച്ചയുടെ കണ്ണിലെ ടെപ്പീറ്റം ലൂസിഡം എന്നൊരു പാളിയുണ്ട്. അവരുടെ കണ്ണിന് പിന്നിലുള്ള ആ ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്? ഇത് പ്രകാശത്തെ പ്രതിഫലിപ്പിച്ച് റെറ്റിനയ്ക്ക് കൂടുതൽ പ്രകാശം ലഭിക്കാൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൂച്ചയുടെ കണ്ണ് രാത്രിയിൽ തിളങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ വസ്തു അല്ലെങ്കിൽ ആ പാളിയുടെ പേരാണെന്ത്? ട്രെപ്പീറ്റം ലൂസിഡം എന്ന് പറയുന്നത്. ഓർത്ത് വെച്ചോളാം. പിന്നെ അടുത്തായിട്ട് മൂങ്ങയുടെ ഒരു കാര്യം മനസ്സിലാക്കി വെക്കാം. മൂങ്ങയുടെ ഈ തല 360 ഡിഗ്രി അവയ്ക്ക് തിരിക്കാൻ പറ്റും. മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, മൂങ്ങയ്ക്ക് തലയുടെ നേരെ മുൻഭാഗത്തായി വലിയ കണ്ണുകളാണുള്ളത്. കഴുത്ത് പുറകോട്ട് തിരിച്ച് പുറകിലെ കാഴ്ചകൾ കാണാനും മൂങ്ങയ്ക്ക് സാധിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. 360 ഡിഗ്രിയിൽ കഴുത്ത് തിരിക്കാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ കണ്ണ് തിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് മൂങ്ങയുടെ കണ്ണുള്ളതെന്ന് മനസ്സിലാക്കി വെച്ചോളാം. പിന്നെ അടുത്തായിട്ട് മരയോന്താണ്. മരയോന്നിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരേ സമയം കണ്ണുകളെ വ്യത്യസ്ത ദിശയിലേക്ക് ചലിപ്പിച്ച് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാൻ കഴിയുന്ന രീതിയിലാണ് മരയോന്തിൻ്റെ കണ്ണുള്ളത്. അപ്പം ജ്ഞാനേന്ദ്രിയമായിട്ട് ഈ 3 ജീവികളുടെ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞു പോയിട്ടുള്ളത്. അടുത്ത കാര്യം മനസ്സിലാക്കി വെക്കേണ്ടത് സ്നെല്ലൻ ചാർട്ട്. നിങ്ങൾ കണ്ണ് പരിശോധിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവിടെ കാണാൻ പറ്റുന്ന ആ ചാർട്ടാണ് ഏത്, അല്ലെങ്കിൽ ആ അക്ഷരമാല, അല്ലെങ്കിൽ ആ ലെറ്റർ. ഓക്കെ, ഇതൊക്കെ കാണാമല്ലോ നിങ്ങൾക്ക്. ഓക്കെ, അവിടെ കാണാൻ പറ്റുന്ന ആ ലെറ്ററിൻ്റെ ആ ചാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്നെല്ലൻ ചാർട്ട്. അതായത് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, കാഴ്ച പരിശോധിക്കാൻ സാധാരണയായി ഉപയോഗിച്ച് വരുന്ന ഈ ചാർട്ടിൽ പല വലിപ്പത്തിലുള്ള അക്ഷരങ്ങളാണുള്ളത്. മുകളിൽ നിന്ന് താഴേക്ക് വരുംതോറും വലുപ്പം കുറഞ്ഞു വരുന്ന രീതിയിലാണ് അക്ഷരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്.
ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വസ്തുത 1862 ഡച്ച് നേത്രരോഗ വിദഗ്ധനായ ഹെർമൻ സ്നെല്ലനാണ് ഇത് തയ്യാറാക്കിയത്. അതുകൊണ്ടാണ് എന്ത് പേരുള്ളത്? സ്നെല്ലൻ ചാർട്ട് എന്നുള്ള പേരുള്ളത് കേട്ടോ. ഓർത്ത് വെച്ചോളണേ. ആ വ്യക്തിയുടെ പേര് ഹെർമൻ സ്നെല്ലൻ. സിമ്പിൾ ആണല്ലേ പേര്? ഹെർമൻ സ്നെല്ലൻ. ഓക്കെ, ഓർത്ത് വെച്ചോളണേ. അതേപോലെ തന്നെ ഈ സ്നെല്ലൻ ചാർട്ടിൻ്റെ പിക്ചറൊക്കെ ഒന്ന് മനസ്സിലേക്കൊന്ന് കയറ്റിക്കോളുക. ഇനി കാണുമ്പോൾ ആ കാര്യം ഒന്ന് ആലോചിച്ചാൽ മതി. ഇങ്ങനെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന സംഭവങ്ങൾ അങ്ങനെ തന്നെ മനസ്സിലാക്കി വെച്ച് പോയാൽ പഠനം കുറച്ചുകൂടി രസകരമായിട്ട് മാറും. കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ. ഓക്കെ, കേട്ടതായിരിക്കും അല്ലേ? കോക്ലിയ എന്ന് പറയുന്നത് നമ്മുടെ ചെവിക്കകത്തുള്ള ഭാഗമാണല്ലോ. അപ്പം മനസ്സിലാക്കി വെക്കേണ്ടത് ജന്മനായുള്ള കേൾവി തകരാറുകൾ പരിഹരിക്കാനുള്ള മാർഗമാണ് കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ. ഓക്കെ, ചെവിയുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി വെക്കാം. ചെവിക്കുള്ളിലെ കോക്ലിയ മാറ്റി വെക്കുന്ന ശസ്ത്രക്രിയയാണ് ഇതെന്ന് മനസ്സിലാക്കി വെച്ചോളാം. പിന്നെ അടുത്തായിട്ട് കുഴിയാനെക്കുറിച്ച് പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, മനസ്സിലാക്കി വെക്കേണ്ട കാര്യം ആൻഡ് ലയൺ ലേസ്വിങ് എന്ന ഒരിനം ചിറകുള്ള പ്രാണിയുടെ ലാർവയാണ് കുഴിയാന. ഓക്കെ, കുഴിയാനയുടെ കാര്യം മനസ്സിലാക്കി വെക്കുക. ഏത് പ്രാണിയുടെ ലാർവയാണെന്ന് മനസ്സിലാക്കി വെച്ചോളണം. ആൻഡ് ലയൺ ലേസ്വിങ്, ആൻഡ് ലയൺ ലേസ്വിങ്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്ന? കുഴിയാന എന്താ ചെയ്യുന്നത്? പൂഴി മണ്ണിലും ഫണലിൻ്റെ ആകൃതിയിലുള്ള കുഴികൾ ഉണ്ടാക്കിയിട്ട് ഉറുമ്പ് പോലെയുള്ള ചെറു പ്രാണികളെ ഭക്ഷിച്ചാണ് ഇവ ജീവിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം. അതുകൊണ്ട് തന്നെ കുഴിയാനകൾക്ക് ഇംഗ്ലീഷിൽ വിളിക്കുന്ന പേര് ആൻഡ് ലിയോൺ എന്നാണ്, അല്ലെങ്കിൽ ആൻഡ് ലയൺ എന്നാണ് വിളിക്കുന്നത്. അതായത് എന്തുകൊണ്ടാണ് വിളിക്കാൻ കാരണം? ഉറുമ്പിനെ പിടിക്കുന്നത് കൊണ്ടാണ് ഇംഗ്ലീഷിൽ അങ്ങനെ വിളിക്കാൻ കാരണം. ഓർത്ത് വെച്ചോളണേ. ഈ ലാർവ മണൽത്തരികളും നേർത്ത നൂലും ഉപയോഗിച്ച് ഒരു കൂടുണ്ടാക്കി പ്യൂപ്പയായി മാറുന്നു. ഈ പ്യൂപ്പയ്ക്ക് മാറ്റങ്ങൾ സംഭവിച്ചാണ് പ്രാണി ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം. അപ്പം മനസ്സിലാക്കി വെക്കേണ്ട 1-2 പോയിന്റുകൾ. ഒന്നാമത്തെ കാര്യം, ആരുടെ ലാർവയാണ് കുഴിയാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻഡ് ലയൺ ലേസ്വിങ്. എന്താണ്? ആൻഡ് ലയൺ ലേസ്വിങ് ആണ്. അതേപോലെ തന്നെ ഇംഗ്ലീഷിൽ ഇവയെ വിളിക്കുന്ന പേരെന്താ? ആൻഡ് ലയൺ എന്നാണ് വിളിക്കുന്നത് അല്ലേ? ആൻഡ് ലയൺ എന്ന് വിളിക്കാം. നെക്സ്റ്റ് അടുത്ത കാര്യം രൂപാന്തരണം. ഓക്കെ, നമ്മളൊരു രൂപാന്തരണമാണ് ഇപ്പം പരിചയപ്പെട്ട് വന്നത്, അല്ലെങ്കിൽ മെറ്റമോർഫിസം അല്ലെങ്കിൽ മെറ്റമോർഫോസിസ് എന്ന കാര്യമാണ് ഇപ്പം നമ്മൾ പരിചയപ്പെട്ട് വന്നത്. ചില ജീവികളിൽ അവയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് മാതൃജീവിയോട് സാദൃശ്യമുണ്ടാവില്ല. നമ്മൾ കണ്ടില്ലേ, കുഴിയാനയ്ക്ക് ആ പ്രാണിയിൽ നിന്ന് രൂപസാദൃശ്യമൊന്നും ഉണ്ടാവില്ല. മനസ്സിലാക്കി വെക്കുക, മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാർവ വിവിധ വളർച്ചാഘട്ടങ്ങളിലൂടെ കടന്ന് മാതൃജീവിയോട് സാദൃശ്യമുള്ളതായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഈ മാറ്റത്തെയാണ് എന്ത് പറയുന്നത്? രൂപാന്തരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെറ്റമോർഫോസിസ് എന്ന് പറയുന്നത്. ഓർത്ത് വെച്ചോളണം. ആ ടേം ഒന്ന് മനസ്സിലാക്കി വെക്കുക. കുറച്ച് രൂപാന്തരണങ്ങൾ അങ്ങോട്ടേക്ക് പരിചയപ്പെടാം നമുക്ക്. ഒന്നാമത്തെ കാര്യം കണ്ടില്ലേ, പാറ്റയുടെ രൂപാന്തരണം. മുട്ട കണ്ടില്ലേ, ഈ പാറ്റയുടെ കുഞ്ഞിനെ വിളിക്കുന്ന പേരാണെന്ത്? നിംഫ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് രൂപാന്തരം പ്രാപിച്ചിട്ട് പാറ്റയായിട്ട് മാറുന്നു. ഇതാണ് അതിൻ്റെ വളർച്ചാഘട്ടങ്ങൾ. ഒരു രൂപാന്തരം മനസ്സിലായല്ലോ. അടുത്ത പ്രധാനപ്പെട്ട നമ്മുടെ ഡെയിലി ലൈഫ് കാണുന്ന പ്രധാനപ്പെട്ട രൂപാന്തരണം അത് തവളയുടേതാണ്. ജീവിത ചക്രത്തിൻ്റെ ആദ്യഘട്ടം അവ ജലത്തിലാണ് ഉണ്ടാവുക. പിന്നീട് വളർച്ചയെത്തിയ ഞങ്ങൾ കരയിലും വെള്ളത്തിലുമായിട്ടാണ് ജീവിക്കുന്നത്. പിന്നീട് തവളയായി മാറി എന്ത് ചെയ്യുന്നുണ്ട്? വെള്ളത്തിലും കരയിലും ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയെ വിളിക്കുന്ന പേരാണെന്ത്? ഉഭയജീവികൾ. ഉഭയജീവികൾക്ക് ഉദാഹരണമാണ് ഇത്. ഒന്ന് തവള, മുതല, ഇതൊക്കെ എന്താണ്? ഉഭയജീവികൾക്ക് ഉദാഹരണമാണ്. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ലേ? വെള്ളത്തിലും കരയിലുമായിട്ട് ഇവ ജീവിക്കുന്നുണ്ട്. മനസ്സിലാക്കി വെക്കേണ്ട വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, ഞങ്ങൾ നട്ടെല്ലുള്ളവരാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. തവള എന്താണ്? നട്ടെല്ലുള്ളവയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഒരു പക്ഷേ താഴെ പറയുന്നവയിൽ തവളയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് എന്നുള്ള കാര്യമൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ്സുകളൊക്കെ ഒന്ന് ആലോചിച്ച് വെച്ചോളണേ. എന്തൊക്കെ പോയിന്റുകൾ? ജീവിതചക്രത്തിൻ്റെ ആദ്യഘട്ടം പൂർണ്ണമായും ജലത്തിലാണ്. വളർച്ചയെത്തിയ ഞങ്ങൾ കരയിലും വെള്ളത്തിലുമായി ജീവിക്കുന്നുണ്ട്. ഞങ്ങളെ ഉഭയജീവികൾ എന്ന് വിളിക്കുന്നു. ഞങ്ങൾ നട്ടെല്ലുള്ളവരാണ്. ഇങ്ങനെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റുകൾ. അടുത്തായിട്ട് കുറച്ച് സസ്തനികളുടെ പേരുകൾ പരിചയപ്പെടുന്നുണ്ട് പാഠപുസ്തകത്തിൽ. നമുക്ക് സസ്തനികൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കി വെച്ചോളണം. കുഞ്ഞുങ്ങളെ മുലയോട്ടി വളർത്തുന്ന ജീവികളാണെന്ന് വിളിക്കുന്ന സസ്തനികൾ എന്ന് വിളിക്കുന്നത് അല്ലേ? അപ്പോൾ സസ്തനികൾക്ക് ഉദാഹരണമാണ് ഏതൊക്കെ? തിമിംഗലം, ഡോൾഫിൻ, വവ്വാൽ, നീർനായ. ഏതൊക്കെയാ? തിമിംഗലം, ഡോൾഫിൻ, വവ്വാൽ, നീർനായൊക്കെ ഏതിന് എക്സാമ്പിളാണ്? സസ്തനികൾക്ക് എക്സാമ്പിളാണെന്ന് മനസ്സിലാക്കി വെച്ചോളാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇത്രയും ഭാഗങ്ങളാണ് പാഠപുസ്തകത്തിൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട 6, 7, 8 ചാപ്റ്റേഴ്സിലെ കാര്യങ്ങൾ.
ഓക്കെ, 5ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൻ്റെ സയൻസ് വിഷയങ്ങളും അതേപോലെ തന്നെ സോഷ്യൽ സയൻസ് വിഷയങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 6ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലൂടെ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ പരിചയപ്പെടാം. 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ് ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുക. അപ്പം ഇനിയുള്ള വീഡിയോസ് നിങ്ങളിൽ എത്താൻ വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടാം. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും അഭിപ്രായങ്ങളും ഒന്ന് രേഖപ്പെടുത്തുക. ഇനി മാറ്റം വരുത്തേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തിയാൽ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ആ കാര്യങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. ഓക്കെ, താങ്ക്